ഹലോ എവ്രിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് നോക്കുന്നത് ഒരു റിവിഷൻ പ്ലാൻ ആണ്. നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്കൊരു ബൂസ്റ്റപ്പ് ആയിരിക്കും ഈ ഒരു റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി പഠിച്ചു തുടങ്ങുന്നവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC കുറച്ച് നാളായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുന്നവർക്കും ഈ ഒരു പ്ലാൻ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ ഒരു 3 ആഴ്ച എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 ആഴ്ചയായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ആണ്. അപ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ തന്നു എന്ന് വിചാരിക്കരുത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓരോ വീക്കുകളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ നേരം പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ കൂടുതൽ നേരം പഠിച്ചിട്ടുണ്ടാകാം. ഇനി എക്സാം ആണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റിവിഷൻ ചെയ്യേണ്ടത് മാർക്കിൻ്റെ ബേസിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് മാത്രം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂടുതൽ മാർക്ക് കിട്ടില്ല. കാരണം 5 മാർക്കിനേ ഉള്ളൂ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 15 മാർക്കിനുള്ള വിഷയമാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ വഴിയെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീക്ക് ഫസ്റ്റിൽ നിങ്ങൾ തീർക്കേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഈ 3 സബ്ജക്റ്റുകളാണ്. ഓരോന്നും 5 മാർക്ക് വീതമാണ് നമുക്ക് വരുന്നത് വെയിറ്റേജ്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാം ഇരുന്ന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ശ്രമിക്കുക കേട്ടോ. ഈ ഓരോ വീക്കിലും നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാടധികം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് വരുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ്. കാരണം ഇത് 3 ഒരുമിച്ചിടാൻ കാരണം ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരുപാടധികം ടോപ്പിക്സുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് 3 കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനും ഈസി ആയിരിക്കും ഇത് 3 കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് വീക്ക് 2 കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സും ഇമ്പോർട്ടൻ്റ് ആക്ട്സും കൊടുത്തിരിക്കുന്നത്. ഇനി വീക്ക് 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് സയൻസ്, IT അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ ഒരു വിഭാഗമാണ്. കാരണം ഈ 3 ടോപ്പിക്കുകൾ മിക്കവാറും വരും എന്താണ് നമ്മളൊന്ന് പഠിക്കാതെ വിട്ട് കളയുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് ഇത് വീക്ക് 3 ഇട്ടിരിക്കുന്നത്. കാരണം പഠിക്കാത്തവർ ഈ ഒരു വീക്ക് വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ആയിട്ട് തന്നെ എടുക്കുക. അല്ലാത്തവർ ഈ ഒരു ടോപ്പിക്സും കൂടെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. IT 3 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും IT ഒഴിവാക്കുന്നവരുണ്ട്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുന്നവരുണ്ട്. സയൻസ് ബുദ്ധിമുട്ടുള്ളവർ അത് മാറ്റി വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്താണ് ഈ 3 ടോപ്പിക്കുകളും കൂടെ ഒരുമിച്ചുള്ള ഒരു വീക്കിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ഒരു 20 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനിരിക്കും നിങ്ങളുടെ മാർക്കും റാങ്കും എല്ലാം. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് നേരം പുസ്തകം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യമുള്ളത്. അപ്പം വീക്ക് 3 മാക്സിമം നിങ്ങൾ സയൻസും ITയും സ്പോർട്സും ഒക്കെ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ഇത് അധികം പഠിക്കാൻ താല്പര്യമില്ലാത്തവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ 3 വീക്കിൽ എന്തൊക്കെയാണോ ഓരോ വീക്കിലും പഠിക്കേണ്ടതെന്നുള്ളത് നോക്കി. ഇനി ഇതിലെ ഓരോ ഹോട്ട് ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു എക്സാം ഒന്ന് അത്യാവശ്യം അറ്റൻഡ് ചെയ്ത് പോരാനായിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അനുബന്ധ ഫാക്ട്സും കൂടെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റോടുകൂടി എക്സാം എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഓരോ സബ്ജക്ട് വൈസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ മെയിനായിട്ട് നിങ്ങൾ ഇയേഴ്സിനെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, ഓരോ സംഭവങ്ങളും നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഇയേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഇയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം PSCയിൽ ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗാന്ധിജി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ട്സുകളും അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 10th ലെവൽ എക്സാംസിന് നമുക്ക് ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് ചോദിക്കാറില്ല. എന്നാൽ നമുക്കൊരു ഏറ്റവും മിനിമം ലെവലിലും അല്ല ചോദിക്കുന്നത്. രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. ഇനി പിന്നുള്ളത് കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ്. മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാം പഠിക്കാം. അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രക്ഷോഭങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്, 2 അതെവിടെയാണ് നടന്നത്, എന്നാണ് നടന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഈ 4 കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം പ്രക്ഷോഭങ്ങൾ നിങ്ങൾ കയ്യൂര്, കരിവള്ളൂർ അങ്ങനത്തെ പ്രക്ഷോഭങ്ങളെ പറ്റിയുള്ള സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വാഗൺ ട്രാജഡിയെ പറ്റിയിട്ടും അതുപോലെ കുളച്ചിൽ യുദ്ധം ഇതെല്ലാം തന്നെ എല്ലാം PSCയിൽ
എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേണും കൂടെ മനസ്സിലാവും. എപ്പോഴും ചോദിക്കുന്നത് ഒന്നുകിൽ ഇതിനെ കാലക്രമത്തിൽ എഴുതാനായിരിക്കും, ഇല്ലെങ്കിൽ വർഷം തന്നിട്ട് ഇതിൻ്റെ തെറ്റായത് ഏതെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വർഷം വെച്ചിട്ട് ഇതിന് ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കാനോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു പോർഷനാണ്, നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു പോർഷൻ കൂടിയാണ് പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാന നായകർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നവോത്ഥാന നായകരിൽ അയ്യങ്കാളി, ചിട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുമാര ഗുരുദേവൻ, അതുപോലെ തന്നെ ചാവറയച്ചൻ, ഇതെല്ലാം തന്നെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇവരുടെ സഭകളുണ്ടല്ലോ, നമ്മൾ ആത്മവിദ്യാ സംഘം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ, അങ്ങനെ ഓരോ സംഘങ്ങളും സ്ഥാപിച്ചത് ആരാണ്, എന്നാണ് സ്ഥാപിച്ചത് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഈ ഇടയ്ക്ക് നവോത്ഥാനം ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ നവോത്ഥാന നായകരെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളവരെ കൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. രാജാറാം മോഹൻ റോയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നേതാക്കൾ പഠിക്കുമ്പോഴത്തേക്ക് ദാദാഭായ് നവറോജി, അങ്ങനത്തെ ഇന്ത്യൻ നേതാക്കളെയും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നോക്കുന്നത് INC ആണ്. INCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. INCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സെക്ഷൻ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യത്തെ 4 സെക്ഷൻ്റെ ഓർഡർ ആയിരുന്നു, എവിടെയൊക്കെയാണ് നടന്നതെന്നുള്ളതിൻ്റെ ഓർഡർ ക്രമപ്പെടുത്തി എഴുതാനായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ആ വേദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യത്തെ വെന്യൂകൾ പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിൻ്റെ വെന്യൂ പഠിച്ചു വെച്ചിരിക്കുക. 1917 ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വരുന്നത് ആനി ബെസന്റ് ആണ്. അങ്ങനത്തെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. 24 മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാഹോർ സമ്മേളനത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ലാഹോർ സമ്മേളനത്തെ പറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഓരോ സമ്മേളനത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. INC എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരാറുണ്ട്. അതുപോലെ ഇനി വിപ്ലവങ്ങൾ പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അമേരിക്കൻ റവല്യൂഷനാണ്. ബാക്കിയുള്ളതൊന്നും ചോദിച്ചിട്ടില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതാണ് അമേരിക്കൻ റവല്യൂഷൻ. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഇതിൽ നിന്നും എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് നിങ്ങൾ കാർഡുകൾ പഠിക്കാൻ പോകണ്ട, നിങ്ങൾ SCRT ബേസ് ചെയ്ത് പഠിക്കാം. SCRT എന്ന് ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, SCRT മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്, ഈ 3 ക്ലാസ്സിൻ്റെ SCRT എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. SCRT മാത്രമേ ചോദിക്കുള്ളൂ, NCERT ചോദിക്കില്ല എന്നല്ല പറയുന്നത്. നമുക്ക് ഈ ഒരു 20 ഡേയ്സ് പ്ലാനിൽ നമുക്ക് NCERT നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. NCERT ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം NCERTയിലും കൂടെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇല്ലാത്തവർ SCRTയിൽ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് 8, 9, 10 ക്ലാസ്സുകൾ കേട്ടോ. ബാക്കി 5, 6, 7 ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പഠിക്കാം. ഏറ്റവും മിനിമം 8, 9, 10 ക്ലാസ്സുകൾ പഠിച്ചിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സാധാ അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന കണക്കല്ല, SCRT വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറേ പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു മിനിമം 8, 9, 10 ക്ലാസ്സിൽ SCRT മിനിമം പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനിയും ടോപ്പിക്കുകളുണ്ട്, ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. മെയിൻലി SCRT ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാർത്താണ്ഡവർമ്മയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഒരു തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ നിന്നും ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഉൾപ്പെടുത്താത്തത്. അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ള മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊക്കെ എങ്കിലും നിങ്ങളൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് ഇതിൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. മാർത്താണ്ഡവർമ്മ, അതുപോലെ ചിത്ര തിരുനാളൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 റൂളേഴ്സിനെ എപ്പോഴും ചോദിക്കുക. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ഇയർലി ചോദിച്ച ക്വസ്റ്റ്യൻ നിന്നുള്ള ആളുകളെ പറ്റിയിട്ടുള്ളത് അതൊന്നും കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മിനിമം ഇതെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത് റിവേഴ്സ് എന്ന് പറയുന്നത്. റിവേഴ്സ്, ഇന്ത്യൻ റിവേഴ്സും അതുപോലെ തന്നെ കേരള റിവേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ്, അതുപോലെ ഒറിജിൻ എവിടെയാണ്, ഡാംസ്, എസ്പെഷ്യലി കേരള പറയുമ്പോഴത്തേക്ക് ജലവൈദ്യുത പദ്ധതികളും ജലസേചന പദ്ധതികളും കൂടി നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഡാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാംസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും വരാറുണ്ട്. അപ്പോൾ റിവേഴ്സ് ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശിലകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ കാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എർത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. അതുപോലെ കാർഷികകാലം, ഖാരിഫ്, റാബി വിള, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ ജോഗ്രഫിയിൽ SCRT മസ്റ്റാണ് പഠിച്ചിരിക്കണം. നമുക്ക്
നമ്മൾ ഓരോ ടോപ്പിക്കുകൾ എടുത്ത് പറയുന്നതിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് SCRT പഠിക്കുന്നത് തന്നെയാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ SCRT മാക്സിമം വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ വായിച്ച് കളയാനല്ല പറയുന്നത്, വൃത്തിയായിട്ട് പഠിക്കുക. ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടണം. അങ്ങനെ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കറണ്ടായിട്ട് ഓഷ്യൻ കറൻസി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാം. മെയിൻലി നമ്മൾ നോക്കുമ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓഷ്യൻ കറൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പം കറണ്ടായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഓഷ്യൻ കറൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ വേണമെങ്കിൽ ഇനി ചോദിക്കാതിരിക്കാം. അപ്പം ഒക്കെ ഒന്ന് നന്നായിട്ട് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് വരാണെങ്കിൽ മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ആൻഡ് ആക്ട്സ് ആണ്. നമ്മൾ ഇത് 3 കൂടെ ഒരാഴ്ചയിൽ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 3 കൂടെ കൊടുത്തിരിക്കുന്നത്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് മിനിമം നിങ്ങൾക്ക് ഓരോ എല്ലാ ആർട്ടിക്കിളും പഠിക്കാനല്ല പറയുന്നത്. ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസുകളുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ്, സിറ്റിസനുമായിട്ട് ബേസ് ചെയ്ത ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബേസ് ചെയ്ത ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP ആയിട്ട് ബേസ് ചെയ്ത ആർട്ടിക്കിൾസ്, അതുപോലെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടത്, SSC ST ആയിട്ടൊക്കെ ബന്ധപ്പെട്ട, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെ കുറേ അധികം എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ആർട്ടിക്കിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏത് ആർട്ടിക്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാൻ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അമെൻമെൻറ്റ്സും. അമെൻമെൻറ്റ്സും PSCക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അമെൻമെൻറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ പഞ്ചായത്തി രാജ് എന്നുള്ള ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി കണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാട് കയറി പഠിക്കാനല്ല, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് 3 ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. നമുക്കത് ഉറപ്പിക്കാവുന്നൊരു മേഖലയാണ്. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ അവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്ക് പേഴ്സൺസിൽ നോക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, അതുപോലെ സ്പീക്കർ, ഹൈക്കോടതി ജഡ്ജ്, ഇവരിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇവരെ കുറിച്ചുള്ള ഫാക്ട്സുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ പഠിക്കുക കേട്ടോ. അതുപോലെ കമ്മീഷൻസ് നോക്കുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, PSC, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഏതെങ്കിലുമൊക്കെ 1-2 കമ്മീഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കാം. അതും റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇനി ആക്ട്സുകൾ നോക്കുകയാണെങ്കിൽ SC ST അട്രോസിറ്റീസ് ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗാർഹിക പീഡന നിരോധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണം എക്കണോമിക്സിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും വരാൻ സാധ്യതയുണ്ട്. പിന്നെ സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ടുള്ള ആക്ട്, മുതിർന്ന പൗരന്മാരുടെ നിയമം, അതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഗാർഹിക പീഡനമാണ് ഇപ്പോൾ കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത്. അതുപോലെ വനിതാ കമ്മീഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി ഇതിനകത്ത് പറയാത്താൽ എമർജൻസി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എമർജൻസിയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അത് രണ്ടും നോക്കി വെച്ചിരിക്കുക. പിന്നെ ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ട് പോകുന്ന 1-2 പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് വൺ വരുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും കുറച്ച് പോർഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എക്കണോമിക്സ്, ന്യൂ എക്കണോമിക് പോളിസി മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ടാക്സസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ടാക്സസ് പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിനായിട്ടും നബാർഡിനെ പറ്റിയിട്ട് പഠിക്കുക കേട്ടോ. നബാർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ RBI, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് നോക്കി വെച്ചിരിക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി 5 ഇയർ പ്ലാൻസ് നോക്കുക, നീതി ആയോഗ് നോക്കുക, GST നോക്കുക. ഈ 5 ഇയർ പ്ലാൻസിൽ ഇപ്പം മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് 5 ഇയർ പ്ലാനിൽ നമുക്ക് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിലാണ്, അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആ രീതിയിലും കൂടെ 5 ഇയർ പ്ലാൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നീതി ആയോഗ്, GST കറണ്ട് അഫയേഴ്സും കൂടെ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അങ്ങനെയായിരിക്കും GST ക്വസ്റ്റ്യൻ വരിക. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് IT ആണ്. IT പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കി പോവുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുപോലെ IT ആക്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് പഴയ രീതിയിലുള്ള ആ ഒരു 66 നമുക്ക് ഏതൊക്കെയാണ് 66A മുതൽ കുറേ ആൽഫബറ്റ് ഉണ്ടല്ലോ, ആ ഒരു അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും വീണ്ടും വരുന്നത്. 66F ടെററിസമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ സൈബർ ക്രൈംസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മോസ്റ്റ്ലി ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്രൈംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം സൈബർ ക്രൈംസിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കുക. മിനിമം ഫിഷിങ്ങിനെ പറ്റിയിട്ടെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ കാണുന്ന ഒരു മേഖലയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് IT പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സെർച്ച്
എഞ്ചിൻസിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു നോക്കുക. ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ, ഏതൊക്കെയാണ് അല്ലാത്തത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് IT പഠിക്കാൻ, നിങ്ങൾ IT പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് IT റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കും അതുപോലെ തന്നെ പ്രിൻ്ററില്ലേ ആ ഒരു ടോപ്പിക്ക്, അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഹാർഡ്വെയർസ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹാർഡ്വെയർ ഏതാണ്, സോഫ്റ്റ്വെയർ ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും IT ആയിട്ട് ധാരണയൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതിനകത്ത് നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്ന് പറഞ്ഞ മേഖലയിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ നോക്കുക, അവാർഡ്സ് നോക്കുക. സ്പോർട്സുമായി ബന്ധപ്പെട്ട ആദ്യം ഓരോ അവാർഡ്സ് ഉണ്ടല്ലോ, അർജുന അവാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം കിട്ടിയത് ആർക്കാണ്, അത് നേടിയ മലയാളി ആരാണ്, ആ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുക. ആദ്യം കിട്ടിയത് ആർക്കാണെന്നും ആദ്യം നേടിയ മലയാളി ആരാണെന്നും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒളിമ്പിക്സിൽ മലയാളികൾക്ക് നേട്ടമുള്ള കാര്യങ്ങൾ ഓർത്ത് പഠിച്ചു വയ്ക്കുക. അതുപോലെ റീസെന്റ് ഒളിമ്പിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അതുപോലെ കലയുമായി ബന്ധപ്പെട്ട കലാസ്ഥാപനങ്ങൾ എന്നാണ് സ്ഥാപിച്ചത്, ആരാണ് സ്ഥാപിച്ചത്, എവിടെയാണ് സ്ഥാപിച്ചത്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ആർട്സിലും ഇതേപോലെ തന്നെ അവാർഡ്സ് പഠിച്ചു വെച്ചിരിക്കുക. എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, ഓഴക്കുടൽ അവാർഡ്, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഓരോ അവേർഡ്സ് ആയിരിക്കും ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ക്വസ്റ്റ്യൻ ടഫ് ആക്കണം തോന്നുമ്പോഴത്തേക്ക് ഈ അവാർഡ്സിലെ ക്വസ്റ്റ്യൻ അല്ല, സിംഗിൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലാതെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ വരും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്നാണ് ഏർപ്പെടുത്തിയത്, ആദ്യം ആർക്കാണ് ലഭിച്ചത്, എത്രയാണ് സമ്മാന തുക എന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നും എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് എന്നാണ്, എത്രയാണ് സമ്മാന തുക, ആർക്കാണ് ആദ്യം നേടിയത്, ഇപ്പം നിലവിൽ ആർക്കാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് തൂലികാനാമങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. തൂലികാനാമങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മെയിൻലി ഡിഗ്രി പ്രിലിംസും കൂടെ നോക്കുന്നവർക്ക് തൂലികാനാമം നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. പിന്നെയാണെങ്കിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിതിനകത്ത് എഴുതാൻ മറന്നുപോയതാണ് കേട്ടോ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ പഠിച്ചു വെച്ചിരിക്കുക. ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് സയൻസ് ആണ്. സയൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി മൂന്നും കൂടെ കുറച്ച് ടോപ്പിക്കുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ബ്രെയിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കണ്ടുവരാറുണ്ട്. ബ്രെയിനിൽ നിന്നാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. പിന്നെ വിറ്റാമിൻ ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അതുപോലെ രോഗകാരികൾ ആരാണ്, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് പഠിച്ചു വെച്ചിരിക്കുക. അപര്യാപ്തത രോഗം ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ, സയൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പദ്ധതികൾ പഠിച്ചു വെച്ചിരിക്കുക. പദ്ധതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 1-2 ക്വസ്റ്റ്യൻസ് പദ്ധതികളിൽ നിന്നും ഉണ്ടായിരിക്കും. ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളും പഠിച്ചു വെച്ചിരിക്കും, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് എന്നാണെങ്കിൽ ശബ്ദത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാശവും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ബേസിക് ആയിട്ടുള്ള നോളജുകൾ മതി, ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനല്ല, ഒരു റാങ്ക് ഫയൽ മൊത്തം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ബേസിൽ ഉള്ള അറിവ് മതി നമുക്ക്, അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽഡ് പോകണമെന്നില്ല. പിന്നെ യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി മിറേഴ്സ് ആൻഡ് ലെൻസ് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് മിറേഴ്സ് അല്ലെങ്കിൽ ലെൻസ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോസ്, ഡിഫറെൻറ്റ് ലോസിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കും. അത് ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലോയുടെയും ഡെഫിനിഷനാണ് തന്നിട്ട് ഏതാണ് അതിൻ്റെ ആ നിയമം എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിക്ക് ലോസ് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും അവിടെ നിന്ന്. പിന്നെ അയിരുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആറ്റം, റീസെൻ്റ്ലി ആറ്റം ഒരുപാടധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്കാണ്. പീരിയോഡിക് ടേബിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് അധികം വരുന്നുണ്ട്, പീരിയോഡിക് ടേബിൾ പഠിക്കുക. അതുപോലെ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിരിക്കുക. കാർബൺ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതായിട്ട്. അപ്പോൾ സയൻസും പഠിക്കേണ്ടത് SCRT ബേസ് ചെയ്തിട്ട് തന്നെയാണ്. മാക്സിമം SCRT ബേസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് അത് വേണമെന്ന് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. SCRT അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ആഴ്ചയിലും നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇത് 3ഉം കൂടെ ഉൾപ്പെടുത്തി വേണം പഠിക്കാനായിട്ട് കേട്ടോ. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് 3ഉം ഡെയിലി ഒരു 1-1.5 മണിക്കൂറൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റിവിഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റിവിഷൻ പ്ലാൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലാതെ മറ്റാരുടെയും കയ്യിലല്ല. എന്തൊക്കെ പ്ലാനുകൾ എന്തൊക്കെ നിരത്തിയാലും നിങ്ങൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇട്ട് പഠിക്കുന്നു എന്നുള്ളതിനിരിക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനൊരു സ്പീഡ് കിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടും നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു സഹായിയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക ഈ പറയുന്ന 20 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.